ചേട്ടാ, നമ്മുടെ സ്വർണ്ണപ്പാളി വിവാദം അല്ലെങ്കിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പാർട്ടിയുടെ നിലപാട് വന്നു. പാർട്ടി എടുത്ത നിലപാട് എന്താണെന്ന് ഇപ്പം പാർട്ടി തന്നെ പുറത്തുവിട്ടു. പാർട്ടിയുടെ നിലപാട് എന്താണ്? അപ്പൊ ഇത്രയും നാളും അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരുന്ന, അതായത് സർക്കാരിന്റെ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ്, ഇല്ലെങ്കിൽ പിണറായി വിജയന്റെ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നവർക്കുള്ള ഒരു മറുപടി വന്നിരിക്കുന്നു. എന്താണ് ശരിക്കും പറഞ്ഞ പാർട്ടിയുടെ ഈ നില? നമ്മൾ 2 ദിവസം മുന്നേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്, പാർട്ടി സ്വീകരിക്കുന്ന നയങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തവരോട് മുൻപ് പാർട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇപ്പം പാർട്ടിയുടെ നിലപാട് വന്നിരിക്കുന്നത്. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് വന്നിട്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഉയർന്നു വന്നത്. കാര്യം ഗോവിന്ദൻ മാഷ് കൃത്യമായി പറഞ്ഞു, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച പറ്റി എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. കാര്യം, അതായത് പാർട്ടി ഒരു പ്രവർത്തകനിൽ ഒരു ചുമതല ഏൽപ്പിച്ചാൽ അത് വിശ്വാസപൂർവ്വം ചെയ്തു തീർക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കർത്തവ്യമാണ്. അതിനകത്ത് വീഴ്ചയുണ്ടാക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൊരു തിരിമറി നടത്താതെ, എന്ത് പറഞ്ഞാലും ഒരു അഴിമതി നടത്താതെ കൃത്യമായി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന കർമ്മം. അതിനകത്ത് ഇപ്പോൾ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം, N വാസുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 പേർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തത് ഈ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ ആ സംഘടനയോട് കാണിക്കേണ്ട ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും തീർച്ചയായും പിന്നാക്കം വലിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവർക്ക് ആ കിട്ടിയിരിക്കുന്ന ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ട് ഏത് ഉത്തരവാദിത്തമാണോ ഏൽപ്പിച്ചത് ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഉണ്ടായ പാകപ്പിഴ എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തു തന്നെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വസ്തുവകകളും അത് ഒരിക്കലും ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നം എന്നതിലപ്പുറത്തേക്ക് ഒരു ഭക്തൻ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു സാധനം സമർപ്പിക്കുമ്പോൾ, അതിനിപ്പോൾ സ്വർണ്ണമായിക്കോട്ടെ, വെള്ളി ആയിക്കോട്ടെ, തങ്കമായിക്കോട്ടെ, ഇനി പോട്ടെ ചെമ്പായിക്കോട്ടെ, ഒരു ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ഭക്തൻ അവിടുത്തെ ദൈവത്തിനായിട്ട് നൽകുന്നു എന്നുള്ളതാണ് ആ കോൺസെപ്റ്റ്. അല്ലാതെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുംപടി എടുത്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു സാധനമല്ല അത്. ചെമ്പ് ഈ പറയുന്ന പോലെ കട്ടിളപ്പാളി ആയിക്കോട്ടെ, ദ്വാരപാലക ശില്പം ആയിക്കോട്ടെ, ഒരു മാല ആയിക്കോട്ടെ, മാല പോയിട്ട് ആ മാലയിൽ ഒരു മുത്തായിക്കോട്ടെ, ഇതെല്ലാം തന്നെ അവിടുത്തെ ദൈവത്തിന് അല്ലെങ്കിൽ ആ ദേവത ഏതാണോ ആ ദേവതയ്ക്കായി സമർപ്പിക്കുകയാണ്, വഴിപാടായി സമർപ്പിക്കുകയാണ്. അത് നോക്കിക്കണ്ട് നടത്തേണ്ട ഉത്തരവാദിത്തം അതാത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നുള്ളതും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത്രയും ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത് ഇതേ പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത്രയും ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് ഒരിക്കൽ പോലും ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഫലത്തിൽ ഇപ്പോൾ സംഭവിച്ച അതേ കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അതായത് പാർട്ടി ഒരാളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, പുള്ളി അതിനകത്ത് നിന്ന് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഒരു നടപടിക്രമം നടത്തി. ആരാണ് അതിനെ പഴി കേൾക്കേണ്ടി വരുന്നത്? അതാണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ കുറച്ച് ദിവസമായിട്ടും അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായപ്പോ തൊട്ടേ സർക്കാരിനെ അതായത് ഇങ്ങനെ ചൂണ്ടുവരലിനെ നിർത്തിയേക്കുമായിരുന്നു. അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞത്, സർക്കാരാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ പിന്തുണ എന്ന് പറഞ്ഞിട്ട് പിണറായിക്ക് അഴിമതി കാണിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിച്ചു എന്നൊരു പേരുദോഷം വരുന്നു. ഇതുവരെ സർക്കാരും അതോടൊപ്പം ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്നത് ഒരു ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി CPIM ആണ്. ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന പ്രതിരോധം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ശക്തമായ ഒരു പ്രതിസന്ധി ആയിരിക്കും ഒരു പാർട്ടിക്ക് ഇവര് 2 പേര് കാരണം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അതാണ് ഏറ്റവും ഇതിനകത്തിലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. പാർട്ടി വല്ലാതെ പ്രതിരോധത്തിലാവുന്നു, പാർട്ടി വല്ലാതെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇതൊരു പക്ഷേ ഈ ഒരു 6 മാസം മുൻപോ അല്ലെങ്കിൽ 1 വർഷം മുൻപോ ഇത് സംഭവം നടന്നിരുന്നെങ്കിൽ ഇത്രത്തോളം പാർട്ടിക്ക് പ്രതിരോധിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയത്തൊന്നും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സംഭവം നടന്നിരുന്നുവെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. അപ്പോഴും ഈ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതാ മൂക്കത്ത് തൊട്ട് നിൽക്കുന്നു. ഈ സമയത്താണ് ഈ ഒരു വിഷയം കത്തിക്കയറുകയും പാർട്ടിയിലെ പ്രധാനികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും, അതായത് SIT അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്.
അപ്പം ഇത് എന്തിലേക്കാണെന്ന് ചോദിച്ചാൽ പാർട്ടിക്കാർ ഇങ്ങനെ അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ 2 പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും NDA സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാണെന്നേ. 2018 ഈ സംസ്ഥാനത്തെ ഒരു കലാപകളമാക്കാൻ വേണ്ടി ശ്രമിച്ച കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഈ പ്രതിപക്ഷത്ത് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അവരിതിനെ ഏത് രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി ഈ പറയുന്ന 2 പേർക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഉത്തരവാദിത്തമില്ലായ്മ. ആ ഉത്തരവാദിത്തം അല്ലെങ്കിൽ വളരെ കൃത്യമായി പരിപാലിച്ചു പോകേണ്ടവർ തന്നെയാണ് ഇവര്. അപ്പം MP ഗോവിന്ദൻ മാഷിന്റെ നിലപാട് വളരെ ശരിയാണ്. കാരണം എന്താണ്, അവര് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ച പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇവർക്കെതിരായ നടപടിയും പാർട്ടി തലത്തിൽ ഉണ്ടായിരിക്കുമെന്ന വളരെ വ്യക്തമായ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് MP ഗോവിന്ദൻ മാഷിന്റെ വാക്കുകളെ വിശ്വസിക്കാനേ തരവുള്ളൂ. ഇതുവരെ അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അപ്പൊ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നമുക്ക് ഔദ്യോഗികമായി അവർ പ്രതികളായി മാറുകയാണ്. അപ്പൊ ഔദ്യോഗികമായി പ്രതികളായി മാറി കഴിയുമ്പോഴേക്ക് തീർച്ചയായും പാർട്ടി ഇവർക്കെതിരായി നടപടി സ്വീകരിച്ചിരിക്കും. അങ്ങനെ നടപടി സ്വീകരിക്കാൻ കെൽപ്പും തന്റെ ഇടവുമുള്ള ഒരു പാർട്ടി തന്നെയാണ് CPIM എന്നുള്ള പാർട്ടി. നമുക്കറിയാം ഇത് തെളിയിച്ചിട്ടുള്ളതുമാണ് ആ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളൊന്നും അത്ര കണ്ട് ഫലവത്താകാനുള്ള സാധ്യതകളൊന്നുമില്ല. കാര്യം എല്ലാ കാലഘട്ടത്തിലും ശബരിമല അയ്യപ്പനെയും ശബരിമലയെയും ചുറ്റിപ്പറ്റി തന്നെയാണ് ഇവിടെ പ്രതിപക്ഷമാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ NDA ആണെങ്കിലും ഇവിടെ സർക്കാരിനെതിരായിട്ട് ഒരു പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2018 ശേഷം ശബരിമല എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ആരാധനാലയം, വളരെ പവിത്രമായി നമ്മൾ കാണുന്ന, വളരെ സവിശേഷമായി നമ്മൾ പരിഗണിക്കപ്പെടുന്ന ആ ക്ഷേത്രത്തെ വെറും രാഷ്ട്രീയ കളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ UDF ആണെങ്കിലും NDA ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് കൃത്യമായി MP ഗോവിന്ദൻ മാഷ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആ നിലപാട് വളരെ ക്ലിയർ ആണ്. ഇതുവരെയായി പലരും ചോദിക്കുന്ന ചോദ്യം, ഇത് എന്താ മുഖ്യമന്ത്രി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുന്നത്? എന്തിന് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇനി സംസാരിക്കണം? ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല. അതായത് ഈ സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്ത് പങ്കുണ്ട്? മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് എന്തിന് വിശദീകരിക്കണം? കൃത്യമായി കാര്യങ്ങളെല്ലാം ഒരു സർക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈക്കോടതി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ഏജൻസി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൃത്യമായി അതിന്റെ അന്വേഷണവുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്ത് പറയാനാണ്? പത്മകുമാർ അറസ്റ്റിലായതിന്റെ പേര് എന്താണ് പിണറായി വിജയൻ പറയേണ്ടത്? അവരെ അറസ്റ്റ് ചെയ്ത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെ അവർ കുറ്റക്കാരാണെന്ന് പറയാൻ പറ്റുമോ? കുറ്റപത്രം സമർപ്പിക്കുകയും അതിലൂടെ ഇവർ കുറ്റക്കാരാണെന്ന് പൂർണ്ണമായി തെളിയുകയും ചെയ്യുമ്പോൾ സർക്കാർ ഈ CPM നടപടിയെടുക്കും. പിന്നെ ഈ VD സതീശൻ ചെയ്യുന്ന പോലെ നാഴികയ്ക്ക് 40 വട്ടം വന്ന് പത്രസമ്മേളനം വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. വളരെ കൃത്യമായി വളരെ ഷാർപ്പായിട്ടുള്ള വാക്കുകളിൽ മുഖ്യമന്ത്രി അതിന് മറുപടി കൊടുക്കുകയും ചെയ്യും. അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് രമേശ് ചെന്നിത്തല വാവിട്ട് വിളിച്ചിട്ടോ VD സതീശൻ വാവിട്ട് വിളിച്ചിട്ടോ ഇനിയല്ല കോൺഗ്രസ്സുകാർ മുച്ചൂട് ഇറങ്ങി വന്ന് ഇവിടെ പറഞ്ഞിട്ടോ ഇതൊന്നും മുഖ്യമന്ത്രി അനങ്ങാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടിക്കഴിഞ്ഞു. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതായത് ശബരിമല ഇരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അതിപ്പം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ വളരെ ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന ഒന്നാണ്. ഇപ്പം നീ പന്തളത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ അറിയാമല്ലോ ശബരിമലയെ എത്രത്തോളം ഇതായിട്ടാണ് ഒരു വികാരം പോലെയാണ് ശരിക്കും പത്തനംതിട്ട നിവാസികൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു വലിയ ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അയ്യപ്പന്റെ മണ്ണിൽ. അപ്പൊ അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിക്കും. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. പാർട്ടിയെ അത് വല്ലാതെ ബാധിക്കും. കാരണം ഇങ്ങനെ 2 പേര് തന്നെയല്ല, പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രമുഖരായ 2 രാഷ്ട്രീയ പ്രവർത്തകർ, 2 CPM-കാർ അവരിങ്ങനെ ഇതിലേക്ക് പെടുമ്പോൾ അത് സ്വാഭാവികമെന്നോണം പ്രതിരോധത്തിലായി പോകും. ആ പ്രതിരോധത്തെ മറികടക്കുക എന്നുള്ളതാണ് ഇപ്പൊ പാർട്ടി ചെയ്യേണ്ടത്. അത് എത്ര വലിയ പ്രയാസകരമായ ഒരു പ്രവൃത്തിയാണെന്നറിയോ ആ പ്രതിരോധത്തെ മറികടക്കുക എന്നുള്ളത്. ഇപ്പം തന്നെ നമുക്കറിയാം ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം തന്നെ നമുക്കറിയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷെ ആ നിലപാടിൽ നിന്നും ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പതുക്കെ വ്യതിചലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉറച്ച നിലപാടാണ്. അതിനൊരു വ്യതിചലനം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പം MP ഗോവിന്ദന്റെ ആ ഒരു പ്രസ്താവനയെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാർട്ടിയുടെ കൃത്യമായ നിലപാട് തന്നെയാണ് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ അദ്ദേഹത്തിന്റെ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയുടേതായ CPM-ൻ്റെതായ
സർക്കാരിൻ്റെതായ നിലപാടുകൾ ഇനി പതിയെ പതിയെ പുറത്തു വരും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സ്തുത്യർഹമായ നിലപാട് തന്നെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.